പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന്റെ ഈ അഭിഷേക ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ കൃപയും മക്കൾക്ക് വേണ്ട അനുദിന ആഹാരവും വാങ്ങിച്ചു കൊടുക്കുവാനും ഞങ്ങളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വലിയ കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു അഭിഷേക കൂട്ടായ്മയാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത എന്നെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അഭിഷിക്തന്റെ അധികാരത്തോടെ അങ്ങയുടെ ഈ മക്കളെയും ഈ മക്കളുടെ പ്രാർത്ഥനകളെയും ഇവരുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും അങ്ങ് നൽകുന്ന വചനത്തിന്റെ ആ വലിയ അഭിഷേകം ഞങ്ങളിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വചനമാകുന്ന അപ്പം ഭക്ഷിച്ച് ആ അപ്പത്തിന്റെ ശക്തിയിൽ ജീവൻ പ്രാപിച്ച് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മ മാതാവേ, തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യവും സഹായവും ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഡെയിലി ബ്രെഡിലൂടെ കർത്താവിന്റെ വലിയ ജീവന്റെ അപ്പം നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവകൃപയിൽ ഈ അപ്പത്തിന്റെ ശക്തിയിൽ വളർത്തുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ അനേകം മാതാപിതാക്കളിലേക്കും കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വചന ശുശ്രൂഷ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം, പങ്കുവച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ പരിചയമുള്ള ആർക്കെങ്കിലും ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളിത് ഈ യൂട്യൂബിൽ ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും കമന്റ് പ്രാർത്ഥനയായിട്ട് ഇടുമ്പോ ഇത് അനേകം മക്കളിലേക്ക് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഈ ചാനലിനെയും നമ്മുടെ ഈ ശുശ്രൂഷയും നിങ്ങൾ സഹായിക്കണം. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ലഭിക്കുന്ന എല്ലാ മക്കളും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്ത് അനേക ആയിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എത്തിക്കും. നമ്മള് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വിടുതലിന് വേണ്ടി പ്രത്യേകമായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോവാം. ഒത്തിരിയേറെ സന്ദേശങ്ങൾ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം എവിടെയൊക്കെ എത്തിക്കാമോ അവിടേക്ക് എത്തിക്കണം. ഈ കാലഘട്ടത്തിന്റെ അഭിഷേക ശുശ്രൂഷയാക്കി ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ മാറ്റണം. കാരണം യുദ്ധസമാനമായ ഒരു ലോകത്തില് ഒത്തിരി ശത്രുക്കള്, പ്രലോഭനങ്ങള്, എതിർപ്പുകൾ നിൽക്കുമ്പോ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ, വചനത്തിന്റെ മാംസം ധരിച്ച ജീവിതമല്ലാതെ ഈ ശപിക്കപ്പെട്ട മണ്ണില് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ ജീവിക്കാനോ ഫലം പുറപ്പെടുവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഈ ശുശ്രൂഷ അതിന്റെ ഗൗരവത്തോടെ എടുത്ത് ചെറിയ പറയുന്നതൊക്കെ ഒന്ന് അനുസരിക്കണേ. അതിനുവേണ്ടി നിങ്ങൾ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി കൃപകൾ കർത്താവ് അതിനാൽ തന്നെ നിങ്ങൾക്ക് നൽകും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ധ്യാനങ്ങളെ കുറിച്ച്. കാർമൽ ധ്യാന കേന്ദ്രത്തില് ധ്യാനത്തിന്റെ ലിസ്റ്റ് നമ്മുടെ ടോക്കിന്റെ അവസാനം നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. നമ്മളത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനൊക്കെ നിങ്ങൾ പ്രേരിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ,
ഈ ശുശ്രൂഷയുടെ ധ്യാനത്തിന്റെ അടിസ്ഥാനം നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ക്രൈസ്തവ ജീവിതം, അതിന്റെ ശക്തി, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി മേഖലകൾ. അതുകൊണ്ട് തന്നെ ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ഒരു വലിയൊരു ധ്യാനമാണ്. നമ്മുടെ അടുത്ത ധ്യാനം വരുന്നത് ഈ ആഴ്ച 14-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 5 മണിയാകുമ്പോൾ എത്തിയാലും മതി. 6:50 കൂടി നമ്മൾ ധ്യാനം ആരംഭിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും. സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക. അനേക മക്കൾക്ക് ഈ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ കാർമൽ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾക്കും കുടുംബത്തിനും ക്രൈസ്തവ ജീവിതത്തിനും വേണ്ട ശക്തീകരണത്തിന്റെ, വിടുതലിന്റെ വലിയ അനുഭവം അനേക മക്കൾ പ്രാപിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾ എല്ലാവരെയും ധ്യാനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ അനേക മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തെ, ഈ ചാനലിനെ നിങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേക ഒരു അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും ഇവിടുത്തെ നിത്യാരാധനയിലും പ്രത്യേക നിയോഗം വെച്ച് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന്റെ ഇന്റർസെക്ഷൻ ഗ്രൂപ്പ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കുർബാനയിലും അച്ഛൻ പ്രത്യേകം പറഞ്ഞ് ഈ മീഡിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണേ, ചെയ്യണേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പറയുകയാണ്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം ഒരു ആശീർവാദം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ദൈവം നമ്മയും നമ്മുടെ ശുശ്രൂഷയും അനേക മക്കൾക്കും കുടുംബങ്ങൾക്കും നമുക്കും ജീവിതങ്ങൾക്കും അനുഗ്രഹമാക്കി മാറ്റട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം നിയമാവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. ഒരു വലിയ ഒരു ആഹാരം മക്കൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും വേണ്ടത് കർത്താവ് തരികയാണ്. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്ന് കൽപ്പിക്കണം. പറയാണ്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ നിയമം നിങ്ങൾ അനുസരിക്കണം. പോരാ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 2 കാര്യങ്ങൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതങ്ങൾ ഇതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവത്തോട് ബന്ധം പുലർത്തി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്കും ഉദാശകൾക്കും പ്രാർത്ഥനകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തെ മക്കൾ കാണണം. പല കുടുംബങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പന് വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ഉദാശയില്ല. മാതാപിതാക്കളോട് പറയണം, നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. എങ്ങനെയാ? ജീവിതം കൊണ്ട്, നമ്മുടെ മാതൃക കൊണ്ട്. നമ്മൾ പള്ളി പോണം. ഇപ്പൊ ഞാൻ പറയും, ഒരപ്പം പറയാ, എടാ പള്ളി പോവാൻ എന്ന് പറയണേക്കാളും ഉപരി, മക്കളെ നമുക്ക് പള്ളി പോവാം, മോനെ നമുക്ക് പള്ളിയിൽ പോകാം, മോനെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മോനോടും മോളോടും പറയുമ്പോ അത് മാതൃകയാ. എന്റെ അപ്പൻ ദൈവത്തിന് പറഞ്ഞ പോലെ സ്ഥാനം കൊടുക്കുന്നുണ്ട്, എന്റെ അമ്മ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇത് ഈ മക്കൾ കണ്ടാൽ ഈ മക്കൾക്ക് മനസ്സിലാകും ഇതുപോലെ ജീവിക്കണം, പ്രാർത്ഥിക്കണമെന്ന്. അത് കുഞ്ഞുനാളിലെ മുതൽ മാതാപിതാക്കളിൽ നിന്ന് ഈ മക്കൾ പഠിക്കണം. ഇവിടെ പറയണ, യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. ദൈവത്തെ കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് ഈ സംസാരമായിരിക്കണം. ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് ഓർത്തേക്ക്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ യാത്രയില്, നമ്മുടെ വീട്ടില്, ഉറങ്ങുന്ന സമയത്ത്, എഴുന്നേൽക്കുമ്പോ അവിടെയൊക്കെ ഈ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുള്ള സംസാരമാണ്. പലപ്പോഴും
കുർബാനയെ നിന്ദിക്കുന്ന, അച്ഛന്മാരെ കുറ്റം പറയുന്ന അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മക്കളെ ഒരു കാരണവശാലും ദൈവവചനത്തെയോ ഉദാശകളെയോ ദൈവാലയത്തെയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയോ വ്യക്തികളെയോ അവഹേളിച്ചാൽ എന്ത് പറ്റും? നമ്മുടെ മക്കൾക്ക് ഇതിനോട് താല്പര്യം കുറയും. അതുകൊണ്ട് നമ്മുടെ മക്കളെ അതുപോലെ പഠിപ്പിക്കണം. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കൃപ എന്നറിയോ? ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ. ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ച് ആരാധിച്ച് ആ ദൈവത്തെ കൂടെ നിർത്താൻ, ദൈവത്തെ സ്നേഹിച്ച് വളരാനുള്ള കൃപ കിട്ടിയാൽ നമ്മുടെ മക്കൾ അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഒന്ന്, നമ്മുടെ മാതൃക; രണ്ട്, നമ്മുടെ മക്കൾ ഇങ്ങനെ ജീവിക്കണം. അതിന് പ്രാധാന്യം കൊടുത്ത് കുഞ്ഞുനാൾ മുതൽ മക്കളെ പരിശീലിപ്പിക്കണം. ദൈവത്തില്, ദൈവസ്നേഹത്തില്, ദൈവബന്ധത്തില്, ഉദാശയില്, അത് പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ അങ്ങനെ ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾ മക്കളെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. കർത്താവിന്റെ മക്കൾ, കർത്താവിന്റെ കൂടെ, കർത്താവ് യുദ്ധം ചെയ്യുന്ന, കർത്താവ് സംരക്ഷിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവൻ പോലും ഭഗ്നാശരായി പോകില്ല. ആ ഒരു തലത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ വളരും. ഇന്ന് ഈ ഒരു ആഹാരമാണ് കർത്താവ് തരുന്നത്. പരിശോധിക്ക്, ഈ ഒരു ആഹാരം നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ വളർച്ചയില് ഈ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ ഉറപ്പിച്ച് വളരുന്ന ആ സ്നേഹത്തിൽ, അതൊരു പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. ഓ, അങ്ങനെയൊക്കെ ഒന്ന് വളർന്നാണ്ടല്ലോ സ്വർഗം മാനിക്കും, സ്വർഗം ഇടപെടും, ദൈവം നയിക്കും, ദൈവം നിയന്ത്രിക്കും, ദൈവം സംരക്ഷിക്കും. ഇതാണ് നമ്മുടെ ജീവിതമായിരിക്കേണ്ടതെന്ന് കർത്താവ് കൽപ്പിച്ചു. ഈ കൽപ്പന, ഇത് അടിസ്ഥാനപരമായ നമ്മുടെ ആഹാരമാണ്, ഡെയിലി ബ്രെഡാണ്. അത് എപ്പോഴും വേണം. കഥ പറയില്ലേ, യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം മാത്രമൊന്നുമില്ല, യാത്ര ചെയ്യുമ്പോൾ അവിടെ ശരിക്കും നമ്മള് ശ്രദ്ധിക്കണം. അവിടെ ഹൃദയത്തിലുള്ള ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, എപ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കണം. ജാഗരൂകതയോടെ ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ, ഈ വചനം വീണ്ടും വീണ്ടും വായിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു ജീവന്റെ വചനം, അത് ആഹാരമാണ്. നഷ്ടപ്പെട്ടു പോയ കുടുംബാന്തരീക്ഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കണം, മക്കളെ ഓർത്ത് മാപ്പ് ചോദിക്കണം, മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്ക്: കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയെ സ്നേഹിച്ച് വളരാൻ വേണ്ട കൃപ മക്കൾക്ക് കൊടുക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അങ്ങ് പറഞ്ഞ പോലെ, അങ്ങ് കൽപ്പിച്ച പോലെ അങ്ങയെ ആരാധിച്ച്, അങ്ങയെ സ്നേഹിച്ച് അങ്ങയിൽ വളരാനുള്ള ഭാഗ്യം, കൃപ, അനുഗ്രഹം. ഇതാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാണ്ട് ജോലിയും ബിസിനസ്സും വിദേശത്ത് പോക്കും ഒന്നുമല്ല. ഇതിലൂടെ വന്നോളും. ഇതിന് കൃപ, ഇതിന് മുൻഗണന കൊടുക്കുക, ഇതിന് പ്രാധാന്യം കൊടുക്കുക, ഇതിന് പൂർണ്ണത കൊടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ഒരു വലിയ വചനത്തിന്റെ അപ്പം സ്വീകരിച്ചുകൊണ്ട്, അത് ലഭിക്കാതെ പോയ നമ്മുടെ കുടുംബത്തെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട്, കർത്താവേ, ഇത് ഇന്ന് ഞങ്ങൾക്ക് നിറച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ആരാധനയില് ദിവ്യകാരുനാഥന്റെ തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു അഭിഷേകത്തിന്, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മ എല്ലാവരെയും, നമ്മുടെ മക്കളെയും ഇതെല്ലാം നിറച്ചു നൽകി വീണ്ടും പുനഃസ്ഥാപിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ജീവനിൽ വളർത്തട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ ജീവനിൽ വളരുവാൻ വേണ്ടിയാണ്. അങ്ങ് കൽപ്പിച്ചല്ലോ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ സ്വീകരിച്ച് അങ്ങയെ സ്നേഹിച്ച് ഞങ്ങൾ ജീവിക്കണമെന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒന്നുപോയ വീഴ്ചകള്, അങ്ങയെ സ്നേഹിക്കാതെ, അത് പൂർണ്ണതയില്, ആത്മാർത്ഥതയില് അങ്ങയെ സ്നേഹിക്കാതെ പോയ, ആരാധിക്കാതെ പോയ, അങ്ങയെ ചേർത്ത് പിടിക്കാതെ പോയ നിമിഷങ്ങളോർത്ത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും
ഉണർന്നെഴുന്നേൽക്കുമ്പോഴും സദാസമയത്തും അങ്ങയെ സ്നേഹിച്ച് അങ്ങയോട് ചേർന്ന് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കണം അങ്ങ് പറഞ്ഞില്ലേ യേശുവേ? അതിനു വേണ്ട വലിയൊരു അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണം യേശുവേ. ഞങ്ങളുടെ മക്കൾ അങ്ങയെ സ്നേഹിച്ച് വളരട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ച് അങ്ങയിൽ വളരാൻ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയിൽ നിൽക്കാൻ സ്വയെ കൃപ നൽകണമേ, അനുഗ്രഹം നൽകണമേ. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിച്ച് അങ്ങയിൽ വളർന്ന് ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ച് അങ്ങയുടെ സ്വന്തമായി ജീവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. തിന്മയുടെ പിടിയിൽ നിന്ന്, പൈശാചിക പിടിയിൽ നിന്ന് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം. അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരാൻ, അങ്ങയെ സ്നേഹിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരാനും, അങ്ങനെ എല്ലാ തിന്മയിൽ നിന്ന് മോചനം പ്രാപിച്ച് അങ്ങയുടെ കൃപകളാൽ നിറയപ്പെട്ട് കൃപയ്ക്കുമേൽ കൃപയിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകളും നിയോഗങ്ങളും നമുക്കറിയാലോ. മക്കളെ അവിടെ വിശ്വാസക്കുറവ്, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ദൈവികമായ കാര്യങ്ങളോട് ഒരു താല്പര്യമില്ല, ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയെന്ന് കരുതുന്ന മക്കള്, പള്ളി പോണത് പോരായ്മ, പ്രാർത്ഥിക്കുന്നത് പോരായ്മ, കുമ്പസാരിക്കുന്നത് പോരായ്മ, ദൈവം തന്നെ പോരായ്മയായിട്ട് കഴിയുന്ന അനേക മക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള്, ജീവിത പങ്കാളി, നമ്മുടെ ജീവിതത്തിലെ ചില അവസ്ഥകള് എല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ കൽപ്പന അനുസരിക്കാനുള്ള കൃപ ജീവിത പങ്കാളിക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിച്ചാൽ മതി. അതിനാൽ തന്നെ നാം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു ഡെയിലി ബ്രെഡ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാതെ പോയതാണ്, ജീവിക്കാതെ പോയതാണ്, സ്വീകരിക്കാതെ പോയതാണ് നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും പല നാശത്തിന്റെയും കാരണം. കർത്താവെ, തിരിച്ചു വരാനുള്ള കൃപ നൽകണമേ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരണമേ, എങ്കിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഈശോയ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെ, ഇന്ന് ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് ഷെയർ ചെയ്ത മക്കളെ, ഇത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത മക്കളെ, കർത്താവെ ഇത് ലൈക്ക് ചെയ്ത് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 14-ാം തീയതി മുതലുള്ള ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കാൻ വേണ്ടി ഇതിനോടകം ബുക്ക് ചെയ്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇനി ബുക്ക് ചെയ്യാനിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എനിക്ക് അനേക മക്കളെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ശക്തി പ്രാപിക്കാൻ, അതിന് തടസ്സപ്പെടുത്തുന്ന കെട്ടുകളെ പൊട്ടിച്ച് പിശാചിനെ ബഹിഷ്കരിച്ച് വിടുതൽ പ്രാപിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഇതിനായി ധ്യാനത്തെയും ഈ ശുശ്രൂഷകളെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ, അനേകായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.